വെള്ളിയാമറ്റത്തെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ച ഉദ്യോഗസ്ഥർ ഫണ്ട് അനുവദിക്കാത്തതാണ് പ്രതിസന്ധിയാവുന്നത് എന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ആരോപിക്കുന്നു. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും തുക അനുവദിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ജനപ്രതിനിധികൾ വ്യക്തമാക്കി. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കായിക വളർച്ചയ്ക്കും സാംസ്കാരിക മുന്നേറ്റത്തിനും മുതൽക്കൂട്ടാവുന്ന കെട്ടിടം മൾട്ടിപർപ്പസ് സ്റ്റേഡിയം. 1,40,00,000 രൂപയുടെ പദ്ധതി. 43 ലക്ഷം രൂപയോളം മുടക്കി ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി. രണ്ടാം ഘട്ടത്തിന് പണം ചോദിച്ചപ്പോൾ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി തടഞ്ഞു. ഭൂമി മണ്ണിട്ട് നികത്തിയെന്ന വിചിത്രവാദം. പിന്നാലെ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ശേഷമാണ് ഈ നിലം കരയായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ വരാൻ പറ്റുന്നത് അത് പൂർണ്ണമായും തെറ്റാണ്. കാരണം ഡിജിറ്റൽ മാപ്പ്, ഗൂഗിൾ മാപ്പ് 2008, 2004 ഈ സ്ഥലം കരയാണെന്നുള്ളതിന് തെളിവുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി RDO, കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും കരയായിരുന്നു, അത് യാതൊരു തെറ്റുമില്ല. അതെല്ലാം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കോപ്പിയിലുണ്ട്. അത് ഞങ്ങൾ ഹൈക്കോടതി പോയി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് എന്ത് കാരണത്താലാണ് നിങ്ങൾ ഇത് തള്ളിയിരിക്കുന്നത്, നിരസിച്ചിരിക്കുന്നത്, നിങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കാൻ പറഞ്ഞ് ഹൈക്കോടതി ഭാഗത്തു നിന്നും ഓർഡർ വന്നിട്ടുണ്ട്. കോടതിയിൽ നിന്നുൾപ്പെടെ അനുകൂല നിലപാടുണ്ടായെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നതായി ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണം പകുതിയിൽ നിലച്ചതോടെ മറ്റു പദ്ധതികളും പ്രതിസന്ധിയിലായി. 1998 ഈ സ്ഥലം പഞ്ചായത്തിന് കൈമാറിയ സ്ഥലം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഇങ്ങനെ ഒരു ഭൂമി, ഇങ്ങനെ ഒരു കെട്ടിടം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെയൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് ഇവിടെ ചെലവഴിക്കാനുള്ള പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണ്. സർക്കാരിൻ്റെ വീഴ്ചയാണിത്. തുടർ നിർമ്മാണത്തിന് പണം ലഭിക്കണം, പദ്ധതി പൂർത്തിയാക്കണം. കളക്ടർ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ വ്യക്തമാക്കി. 43 ലക്ഷം രൂപ മുടക്കി പകുതി പൂർത്തിയാക്കിയ ഒരു പദ്ധതിയാണ് സാങ്കേതികത്വം പറഞ്ഞ് ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. തീർത്തും അനീതിയാണ്. സർക്കാർ ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. നാളെ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്താനുള്ള തീരുമാനം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ വിഷയത്തിൽ ദിവസങ്ങളായി അറസ്റ്റ്, തൊട്ടു പിന്നാലെയുള്ള പ്രതിഷേധങ്ങൾ. ഇപ്പോൾ ഇന്നും നമ്മൾ പ്രതിഷേധം കണ്ടു, നാളെയും പ്രതിഷേധം. നാളെ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ചിനാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. നമ്മൾ നേരത്തെ നൽകിയ ആ വാർത്തയിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകാൻ പോകുന്ന പദ്ധതിയാണ് ഇപ്പോൾ പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്ന ഈ ഫണ്ട് പൂർണ്ണമായിട്ട് എക്സ്പെൻഡിച്ചർ ആകാതെ നമുക്ക് പുതിയൊരു ഫണ്ട് അനുവദിക്കാനുള്ള സാധ്യത കാണുന്നില്ല. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്റ്റേറ്റ് ലെവൽ തണ്ണീർത്തട സംരക്ഷണ സമിതിയിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം. ഇപ്പോൾ കോടതിയിൽ നിന്നും അതിനെ പുനഃപരിശോധിക്കണമെന്നുള്ളൊരു ഓർഡർ വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആ ഓർഡർ നടപ്പാക്കി ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായി ഈ കെട്ടിടം ഇവിടെ ഈ സ്ഥാപനം ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. അതിൽ അവർ ചെയ്ത ഏറ്റവും മോശമായ ഒരു കാര്യം നമ്മുടെ RDOയുടെയോ കളക്ടറുടെയോ അല്ലെങ്കിൽ പ്രാദേശികമായ ഒരു അന്വേഷണം നടത്താതെ തീരുമാനം എടുത്തു എന്നുള്ളതാണ്. നമുക്ക് പരാതിയില്ല, അത് അർഹതയില്ലാത്തൊരു സ്ഥലത്താണ് വന്നതെങ്കിൽ നമുക്കത് റദ്ദാക്കുന്നതിൽ യാതൊരു പരാതിയില്ല. പക്ഷേ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഈ ഒരു സംരംഭം കൊണ്ടുവന്നിട്ട് അത് റദ്ദ് ചെയ്തതിലാണ് ഞങ്ങൾക്ക് വിഷമം മുഴുവൻ.
ഇതിൽ ദിനേശ് ഹരികമലം എന്നൊരു പ്രേക്ഷകന്റെ പ്രതികരണം വരുന്നുണ്ട്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. അദ്ദേഹം ഇതിനു മുൻപും സമാന വിഷയം ഉന്നയിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ദേവസ്വം 19 ലക്ഷം അനുവദിച്ചിട്ടും നോ രക്ഷ. അവിടെ ചടങ്ങുകളൊക്കെ നടക്കാനിരിക്കുന്നുണ്ട്. അതാകെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ കമന്റിൽ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.